നെറ്റ് ഇൻകം അപ്രോച്ച് അനുസരിച്ച് വാല്യൂ ഓഫ് ദ ഫേം കാണുന്ന ഇക്വേഷനാണ് വി ഈസ് ഈക്വൽ ടു ഇ പ്ലസ് ഡി. ഇ ഈസ് ദ വാല്യൂ ഓഫ് ഇക്വിറ്റി, ഡി ഈസ് വാല്യൂ ഓഫ് ഡെറ്റ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണുന്ന ഇക്വേഷനാണ് ഇ ഈസ് ഈക്വൽ ടു എൻ ഐ ഡിവൈഡഡ് ബൈ കെ ഇ. എൻ ഐ മീൻസ് നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം കാണുന്നത് എങ്ങനെയാണ്? എബിറ്റ് മൈനസ് ഐ. ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ്. ഐ ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ്. കെ ഇ മീൻസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി കാണുന്നത് ഇ ഈസ് ഈക്വൽ ടു എൻ ഐ ഡിവൈഡഡ് ബൈ കെ ഇ. എബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അതിനെയാണ് എബിറ്റ് എന്ന് പറയുന്നത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കെ ഒ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ എബിറ്റ് ഡിവൈഡഡ് ബൈ വി. വി മീൻസ് വാല്യൂ ഓഫ് ദ ഫേം. അതല്ലാതെ മറ്റൊരു ഇക്വേഷനും കൂടിയുണ്ട്. കെ ഒ ഈസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ വി പ്ലസ് കെ ഡി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ വി. കെ ഒ എന്ന് വെച്ചാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കെ ഇ എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഇ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, വി വാല്യൂ ഓഫ് ഫേം, കെ ഡി കോസ്റ്റ് ഓഫ് ഡെറ്റ്, ഡി വാല്യൂ ഓഫ് ഡെറ്റ്, വി വാല്യൂ ഓഫ് ഫേം. കെ ഒ ഈസ് ഈക്വൽ ടു കെ ഇ ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ വി പ്ലസ് കെ ഡി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ വി. അടുത്തത് നെറ്റ് ഇൻകം അപ്രോച്ചസിൻ്റെ അസംഷൻസ് ആണ്. ഒന്നാമത്തെ അസംഷൻ, ഒരു ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത അസംഷൻ, കോസ്റ്റ് ഓഫ് ഡെറ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാട്ടിയും കുറവായിരിക്കും. കെ ഡി ഈസ് ലെസ് ദാൻ കെ ഇ. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മോർ ഡെറ്റ് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ റിസ്ക് പെർസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അടുത്തത്, കെ ഡി ആൻഡ് കെ ഇ റിമൈൻ കോൺസ്റ്റൻറ്റ്. കോസ്റ്റ് ഓഫ് ഡെറ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത അസംഷൻ, ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് ടാക്സ് നിലനിൽക്കുന്നില്ല. ട്രാൻസാക്ഷൻ കോസ്റ്റും നിലനിൽക്കുന്നില്ല. കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ഡെറ്റ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ഇക്വിറ്റി. ഈ കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ഡെറ്റ് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ഇക്വിറ്റിയെക്കാട്ടിയും കുറവായിരിക്കും. അടുത്ത അസംഷൻ, ലിവറേജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നു. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലിവറേജ്.